സുഹൃത്തുക്കളെ, റിൻസ്റ്റെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു നോവക്സ് എന്ന് പറഞ്ഞ ഒരു ലോക്കൽ മെയ്ഡ് ഒരു ഇൻവേർട്ടറിൻ്റെ ഫോൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ പിന്നെ ഔട്ട്പുട്ടില്ല, ഡിസ്പ്ലേ ഒക്കെ ഓക്കെയാണ്, ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് ഔട്ടില്ല, AC ഔട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫോൾട്ട് എന്താണെന്ന് നോക്കാം. അതിപ്പോൾ ഓൺ സൈറ്റ് വ്യൂ ആണ്. നമുക്ക് ഇവിടുന്ന് തീർക്കാൻ പറ്റിയ കംപ്ലൈൻ്റ് ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് തീർക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോൾട്ട് ഒന്ന് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ, നോവക്സ് പവർ സ്റ്റേഷൻ, ഒരു ലോക്കൽ മെയ്ഡാണ്, പക്ഷെ നല്ല ട്രാൻസ്ഫോമറൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ട്. മൾട്ടിമീറ്ററിനെ AC ബോർഡിലേക്ക് ഇട്ടിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട് വരുന്നില്ല, ഡിസ്പ്ലേ ഒക്കെ ഓക്കെയാണ്. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ നമുക്ക് ബാറ്ററിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവരിത് ഓൾറെഡി ഊരി വെച്ചതാണിത്, വർക്ക് ചെയ്യാത്തതുകൊണ്ട് സ്പെയർ ഇൻവേർട്ടർ ആയിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യാത്തതുകൊണ്ടൊന്ന് ഊരി വെച്ചതാണ്. നമുക്കൊന്ന് ഇതിനൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ബാറ്ററിയിലേക്ക്. ഇൻവേർട്ടറിനെ ഈ ബാറ്ററിയിലേക്ക് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഞാൻ ഈ ഇൻവേർട്ടറിന് ബാറ്ററി കണക്ഷൻ കൊടുത്തിട്ട് നോക്കിയപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ കഴിയുന്നത് ലോഡ് ഓൺ ഇൻവേർട്ടർ. ഇൻപുട്ട് വോൾട്ടേജ് AC കൊടുക്കാത്ത കാരണം കാണിക്കില്ല. ഔട്ട്പുട്ട് വോൾട്ടേജ് 228 വോൾട്ട് നമുക്കുണ്ട്. നമുക്ക് മൾട്ടിമീറ്ററിൽ നോക്കുകയാണെങ്കിൽ 11.3 വോൾട്ടാണ് നമുക്ക് കാണിക്കുന്നതിൽ AC വോൾട്ട്. അപ്പം ഇൻവേർട്ടറിൻ്റെ റിലേയിൽ, ഈ കാണുന്ന റിലേയിലുണ്ട്, ഈ റിലേയിൽ നമ്മുടെ കണക്ഷൻ വന്ന് കിടക്കുന്നുണ്ട് ആ 228 വോൾട്ട്. അപ്പം ഇതൊരു സിമ്പിൾ വോൾട്ടാണ് കേട്ടോ. ഇത് ബോർഡിലൊന്നും ഒരു കംപ്ലൈൻറ്റും ഇതിലില്ല, കാരണം ഇൻവേർട്ടർ ഓൾറെഡി ഓണാണ്. അപ്പം അധികവും ഒരു നോർമൽ കേസിൽ സംഭവിക്കുക എന്താ വെച്ചാൽ, ഈ റിലേയിലേക്ക് കൊടുത്തിരിക്കുന്ന ഈ പിന്നുണ്ടല്ലോ, ഇത് ലൂസ് കോണ്ടാക്റ്റ് ആവുകയാണ് അധികം ചെയ്യൽ. അങ്ങനത്തെ കംപ്ലൈൻ്റ് ആണ് വരൽ. ഇങ്ങനത്തെ ബോർഡുകളിൽ അധികം ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ റിലേൻ്റെ ഈ പിന്ന് ഇതൊക്കെ ഒന്ന് ഊരിയിട്ട് ഒന്ന് ചരണ്ടിട്ട് റീകണക്ട് ചെയ്തിട്ട് നോക്കാം. എന്നിട്ട് ശരിയായാലും മാത്രം നമുക്ക് ബോർഡ് അഴിച്ചിട്ട് സർവീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് അഴിച്ച് നോക്കാം. ഇതിനായിട്ട് ഞാനിതിനെ ഓഫാക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റിലേൻ്റെ കണക്ഷനെ ഊരിയിട്ട് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് നോക്കി നോക്കാം. റിലേൻ്റെ ഓരോ കേബിളുകളും അഴിച്ച് അതുപോലെ ചേരണ്ടിട്ട് ഒന്നുകൂടെ റീകണക്ട് ചെയ്തിടുക. ഇന്നത്തെ ഇൻവെർട്ടറിൽ വലിയ കംപ്ലൈൻ്റ് ഒന്നും ബോർഡുകളിൽ വരാൻ പിന്നെ സാധ്യത വളരെ കുറവാണ്. കാരണം ഇൻവെർട്ടർ ഓൺ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇൻവെർട്ടർ ഓൺ കണ്ടീഷനിൽ അങ്ങനത്തെ കംപ്ലൈൻ്റ് വരാൻ സാധ്യത കുറവാണ്. നമ്മൾ ഇങ്ങനത്തെ ഫോൾട്ട് ഇട്ട് ചാടി ബോർഡ് അടിക്കാതെ ഇങ്ങനത്തെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ട്രിക്കുകൾ എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ഞാൻ റീകട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്ററിന് ഞാൻ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, AC മോളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററി ഒന്ന് നമുക്ക് കണക്ട് ചെയ്യാം ഒന്നുകൂടെ.
അപ്പോൾ നിങ്ങൾക്ക് കാണാം 236 വോൾട്ട് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഒന്നും കൂടെ ഡിസ്കണക്ട് ചെയ്തിട്ട് നോക്കി നോക്കാം. 237 വോൾട്ട് നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഔട്ട് കിട്ടി. അപ്പം ഈ സോക്കറ്റിലാണ്, ഈ റിലേയുടെ ഈ കണക്ഷനിലാണ് ഈ പ്രോബ്ലം വന്നിരിക്കുന്നത്. അത് റെസ്റ്റ് ആയതാണ്. ഇതിൻ്റെ ഡിസ്പ്ലേയും കൂടെ നമുക്ക് നോക്കി നോക്കാം. ബാറ്ററി വോൾട്ടേജ് 12.6 വോൾട്ട്. ഔട്ട്പുട്ട് ലോഡൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇൻവെർട്ടർ ഓൺ ആക്കിയിട്ടാണ്, അതുകൊണ്ട് അത് കാണിക്കില്ല. നെക്സ്റ്റ് ഇൻവെർട്ടർ മോഡ് ഓണ്. ഇൻപുട്ട് വോൾട്ടേജ് AC ഞാൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അത് കാണിക്കില്ല. ഔട്ട്പുട്ട് വോൾട്ടേജ് 228 വോൾട്ട്. അപ്പം ഇതിൻ്റെ കപ്പാസിറ്റർ ലോഡുള്ളത് കാരണമാണ് അത്രയും ഒരു വോൾട്ട് ഔട്ട്പുട്ട് കാണിക്കുന്നത്. 236 വോൾട്ട്. അപ്പം നമ്മുടെ ഇൻവെർട്ടർ ഓക്കെ ആയി. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ബോർഡ് കിട്ടിയാൽ ചാടി ബോർഡ് പെട്ടെന്ന് അഴിച്ചെടുക്കാതെ ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ട്രിക്ക് മാക്സിമം ഉപയോഗിക്കുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതേപോലെ തന്നെ ഞാൻ നമ്മുടെ പിന്നെ സൈറ്റിൽ ചാനലിൽ ഒരു ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോർഡ് സർവീസ് പറ്റാത്ത ബോർഡുകളുണ്ട് അയക്കാം. അപ്പം ആദ്യത്തെ ഒരു ബോർഡ് തിരുവനന്തപുരത്ത് നമ്മളൊരു സുഹൃത്ത്, നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, ഒരു ലുമിനസിൻ്റെ ബാറ്ററിയിലോ പ്രോബ്ലം, അതൊരു ബോർഡ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം.